നിങ്ങൾക്കായുള്ള ഡിവൈൻ മെസ്സേജ് നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ തീരുമാനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് എടുക്കുന്ന തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഒരു ദിവസം പോലും സേവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത കാണിച്ചു തരുന്നു. അത്രയേറെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ കണ്ണ് ബന്ധിക്കപ്പെട്ടതായിട്ട് കാണിക്കുന്നു. ടു സ്വാർട്സ് കാർഡിൽ പറയുന്നത് മറ്റൊരു വ്യക്തിയാൽ അവരുടെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഒരു സാഹചര്യം മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് അവർ തിരിച്ചറിയുന്നു. അവരിലെ ചിന്തകളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് അവർ അവരെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള വ്യക്തികളെ ട്രസ്റ്റ് ചെയ്തിരുന്നു, എന്നാൽ ഇന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു. ഒരു രാജാവിനെ പോലെ തീരുമാനം എടുക്കുന്നു. കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പറയുന്നത്. നാച്ചുറലായിട്ടൊരു ബോൺ ലീഡറാണ് അവരെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ എന്ന ഫയറിനെ അവരിലേക്ക് കൊണ്ടുവരണം എന്നാണ്. ഇന്ന് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നൊസ്റ്റാൾജിയാണ് 6 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ഓൾഡ് സ്റ്റോറിയാണ്. അവർക്ക് നിങ്ങളെ മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നാ പറയുന്നേ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത്രയേറെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നു. അവരുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളോട് കൂടിയുള്ള നിമിഷമാണ് അവർക്ക് അത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണെന്ന് പറയുന്നു. ഇന്ന് ഏസ് ഓഫ് കപ്സ് കാർഡിലൂടെ അവർ തിരിച്ചറിയുന്നത് നിങ്ങളുടെ വാല്യൂ ആണ്. ചിപ്പിക്കുള്ളിലെ മുത്തെന്ന് അവർ മനസ്സിലാക്കാണ്. നിങ്ങളുടെ മൂല്യത്തെ അവർ മനസ്സിലാക്കാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തരുകയാണ്. അവർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. ഹൈ പ്രീസസിന്റെ എനർജി പറയുന്നത് നിങ്ങളുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങൾ എന്ന വ്യക്തിയുടെ വിഷൻ യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നു. നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രേയേഴ്സ് ചെയ്യുന്നുണ്ട്. ആ പ്രേയേഴ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യൂണിവേഴ്സ് തരുന്നു എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ എന്തിലേക്കാണോ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ച് അട്രാക്ട് ചെയ്യുന്നു. പ്രപഞ്ച നിയമമാണ്, ആകർഷണീയ നിയമമാണ്. നമ്മൾ എന്തിനാണോ അത്രമേൽ ആഗ്രഹത്തോടു കൂടി ആഗ്രഹിക്കുന്നത് അത് തിരിച്ച് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്.